അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഇന്നലത്തെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കി, കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് വെച്ച ലൈറ്റ് ഉണ്ടല്ലോ, അത് ഒരു ഭാഗം ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഒരു ടാപ്പ് ഉണ്ടായിനി, അതെവിടെ വെച്ചതെന്ന് ഒരു ഓർമ്മയില്ലേനി കേട്ടോ. അവസാനം അത് തപ്പി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും അതൊന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒട്ടിച്ച ആ ഒരു ഭാഗത്തുള്ള ആ ഒരു സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ഞാൻ ഷീനിൽ നിന്ന് കുറഞ്ഞ പ്രൈസിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ചായിട്ടോ വാങ്ങിയിട്ട്, ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല. ഇന്ന് നോമ്പ് തുറക്കാൻ പലഹാരമായിട്ട് ചിക്കൻ ഷവർമ റോളാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ചിക്കനൊക്കെ ആദ്യം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു സ്റ്റീമറിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ. ഇനി ഫില്ലിങ്ങിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഗാബേജും ക്യാരറ്റും മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം കേട്ടോ. ക്യാരറ്റും കാബേജും ഉള്ളിയും ചിക്കനൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബ്രെഡ് ചൂടാക്കാൻ വെച്ചത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. ഇനി കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. തീരെ കട്ടയില്ലാതെ വേണം കേട്ടോ മിക്സാക്കാൻ. എന്നിട്ടിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ആവിയിൽ ചൂടാക്കിയത് കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അങ്ങനെ എല്ലാ ബ്രെഡും പരത്തിയെടുത്തതിൻ്റെ ശേഷം ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം 4 ഭാഗത്തും ആ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ അതാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് റോൾ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ അടർന്നു പോവും. അങ്ങനെ കുറച്ച് ബ്രെഡ് റോൾ ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു 2-3 ബ്രെഡ് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേർ പകുതിയാക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സമൂസൻ്റെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. കാണാൻ കുഞ്ഞു കുഞ്ഞു സമൂസ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ആ ഒരു മൈദ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഈ ഒരു ഫില്ലിങ് ഇതിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഒരു മൈദ മിക്സിൽ നന്നായിട്ട് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് സമൂസ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോളും സമൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡൊക്കെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദൻ്റെ മിക്സിൽ സമൂസയും റോളൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷവർമ റോളും ഷവർമ സമൂസൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ ഈ ഒരു നോമ്പിന് എനിക്ക് തോന്നുന്നു ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും എന്നുള്ളത്. അപ്പം ഞാൻ ആവണ പാത്രങ്ങൾ അങ്ങനെ കഴുകി വെക്കല. ഇനി തരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പാലും വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് റവ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം തരി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കണം.
ഇന്ന് ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കറി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഉണ്ടായിനി. അപ്പം ഞാൻ എല്ലാ പണിയും നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമാവും. പിന്നെ നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കഴിയുന്നതും എല്ലാ പണിയും നേരത്തെ തന്നെ ചെയ്ത് വെക്കാൻ നോക്കൂ കേട്ടോ. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യല. അപ്പോൾ ഇത് പ്ലം വാട്ടർ മെലനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നതും കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ശരിക്കും പ്ലമ്മിൻ്റെ അതേ ടേസ്റ്റാണ്. കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല റെഡ് കളറാണ് കേട്ടോ. ഇത് നാരങ്ങ വെള്ളത്തിൽ ആ ഒരു പ്ലമ്മിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് അടിച്ചതാണ് കേട്ടോ. അപ്പം നല്ലൊരു പിങ്ക് വെള്ളമായിട്ടുണ്ട്. അതാ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ദോശയും കറിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാനിതാ ഈ ഒരു സ്റ്റൗ ടോപ്പ് ഒന്ന് വൃത്തിയാക്കാണ്. അവിടെ ആകെ വൃത്തികേടായിട്ടുണ്ടായിനി കേട്ടോ. നോമ്പ് തുറക്കുന്നതിന് മുന്നേ ക്ലീൻ ആക്കാനുള്ള ടൈമും ഇല്ലേനി. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.